ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. സ്വിഫ്റ്റുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഇത് 7 രൂപക്ക് മാർക്കറ്റിൽ വരുന്ന വണ്ടിയാണ്. അതായത് 17 മോഡൽ ഡീസൽ, അതും ഹൈബ്രിഡില് സെമി ഹൈബ്രിഡില് വരുന്ന ഒരു മോളിംഗ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടി. ഈ വണ്ടി നമുക്ക് ടാക്സിയിലാണെങ്കിൽ തന്നെ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 4,70,75,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 4,75. വീണ്ടും തവണ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള വാഹനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം 19ഓളം വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് നിങ്ങൾ അന്വേഷിക്കണം അത്യാവശ്യം എല്ലാ SUVകളും സെഡാനുകളും അതുപോലെ ഹാച്ച് ബാക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡ്ലൻ യാർഡാണ് റിയൽ ചോയ്സ്. അത് നമുക്ക് സിറ്റിയൊക്കെ നമുക്ക് നല്ല കിഡ്ലൻ ഏറ്റവും ഇതിൻ്റെ 4Gen കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന നല്ല കിഡ്ലൻ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ഓഫർ പ്രൈസിന് ഒരു 7 സീറ്റർ, അതും ഒരു ടാക്സി പെർമിറ്റുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ്. ഡീസൽ വേരിയൻ്റ് ആണ്, മാരുതി സുസുക്കി എർട്ടിഗ. അപ്പോൾ നമുക്ക് അതൊരു ഓഫർ പ്രൈസിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയൽ ചോയ്സിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ റിയൽ ചോയ്സിലേക്ക് എത്തിച്ചേരാം? ഇത് മലപ്പുറം മെയിൻ ടൗണില് KSRT സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ 1 കിലോമീറ്ററാണ് നമ്മുടെ ഷോപ്പുള്ളത്. ഓക്കെ. പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് ഉണ്ട്. KSRT സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിന്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കുണ്ട്രമ്പ് കാവുങ്ങൽ ബൈപ്പാസ് ഒന്നും പറയുന്നതിന്. ഓക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറീസ് നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിലൊക്കെ ഒരു വരുമാന മാർഗം എന്നുള്ള രൂപത്തിൽ ഒരു 7 സീറ്റർ, അതല്ലെങ്കിൽ നമുക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. ടാക്സിന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് 1 വർഷത്തിന് പുതിയ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, ഇതിന്റെ ആയിക്കോട്ടെ, എല്ലാം 1 വർഷത്തിന് ഇതിമുണ്ട്. ഫിറ്റ്നസ് പക്ക ഫിറ്റ് ആയിട്ടുള്ള ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. ഇപ്പൊ 1 വർഷത്തിന് എല്ലാം തികച്ചുണ്ട്. ഓക്കെ. അപ്പൊ ഡീസൽ 2017 മോഡൽ വണ്ടിയായിട്ട് റിയാസ് ഭായി. ഓക്കെ. 2017 മോഡൽ എർട്ടിക ഡീസലാണ്. എത്ര മൈലേജ് ഒക്കെ കിട്ടും നമുക്ക്? ഇത് ഗ്യാരണ്ടിയിൽ 18 കിലോമീറ്റർ ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. സെറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അഡീഷണൽ കാരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. റിയറിലും നല്ല സ്പേഷ്യസ് ആണ്. സെൻട്രൽ AC കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനമാണ്. KL31 നല്ല പൊളി വാഹനം. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 160-170 ഓടിയിട്ടുള്ളത്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ എല്ലാം ഫിറ്റുള്ള വണ്ടി പറ്റിയാണ്. എത്ര കസ്റ്റമർക്ക് എല്ലായിടത്തും കൊണ്ട് ചെക്ക് ചെയ്ത് നമ്മൾ വിട്ടുകൊടുക്കും. ഓക്കെ. എത്ര വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്ക് ഫൈനലായിട്ട് ഇത് 7 രൂപക്ക് മാർക്കറ്റിൽ വരുന്ന വണ്ടിയാണ്. അതായത് 17 മോഡൽ ഡീസൽ, അതും ഹൈബ്രിഡില് സെമി ഹൈബ്രിഡില് വരുന്ന ഒരു മോളിംഗ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടി. ഈ വണ്ടി നമുക്ക് ടാക്സിയിലാണെങ്കിൽ തന്നെ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 4,70,75,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 4,70,75,000 ഫുൾ ലോണിലും ചെയ്യാം. ലോണില് ടാക്സി നമുക്ക് കൊടുക്കാൻ പറ്റും. ചെറിയ ഭക്ഷണം ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു വരുമാന മാർഗം എന്നുള്ള രൂപത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഇത് എല്ലായിടത്തും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളൊക്കെ എല്ലാത്തിനും നിന്ന് കൊടുക്കട്ടെ ഈ വണ്ടി. ഓക്കെ. അടുത്ത തവണ നമുക്കൊരു കിഡ്ലൻ സിറ്റിയാണ്, അതിന്റെ 4th Gen. അപ്പൊ ഈ വാഹനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സിറ്റിയിൽ കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വേരിയന്റ് ആണ് ഈ ഒരു ജനറേഷനില. ന്യൂ മോഡലാണ്. ഏറ്റവും ടോപ്പ് തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന ഒരു മോഡൽ അല്ല. നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. 17-18 റേസറുള്ള വണ്ടി കേട്ടോ. ഓക്കെ. ഹിസ്റ്ററിയിലും തട്ടുമുട്ടലും കാര്യങ്ങളും ഒന്നുമില്ല, വണ്ടിമേലും ഇല്ല. ഓക്കെ. നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, 2 സൈഡ് എയർ ബാഗ്, ഹാൻഡ് റെസ്റ്റ്, റിയറിൽ നമുക്ക് AC വെന്റ്. അങ്ങനെ നല്ല സ്പേഷ്യസ് ആണ്. ഡീസൽ അല്ല വണ്ടി വരുന്നത്. ഡീസൽ ലോങ്ങിൽ ഏകദേശം 10-20-22 മൈലേജ് കിട്ടില്ല. 20-22 കിലോമീറ്റർ. ഇതിന് 25 കിട്ടുന്നുണ്ടോ നമുക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നല്ല മൈലേജുള്ള വണ്ടിയാണ്. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് എന്തായാലും ഒരു 22 എന്തായാലും കൺഫേം പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ വന്നിട്ട് 1,28,000 കിലോമീറ്റർ ആണ്. അത് 2025 6-ാം മാസം വരെ ഈ വണ്ടി സർവീസിന് കയറിയ വണ്ടിയാണ് കേട്ടോ. ഓക്കെ. എത്ര ചോദിക്കും നമ്മളിതിന്? ഇത് നമുക്ക് 6,30,000 ചോദിക്കണം. കസ്റ്റമർ വിളിക്കുന്നതനുസരിച്ച് ഒറിജിനൽ കേരള വണ്ടി. വിളിക്കുന്നതനുസരിച്ച് ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കാം. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ സൂപ്പർ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നമ്മൾ കണ്ടു. അത്യാവശ്യം നല്ല കിഡ്ലൻ ഇന്റീരിയർ ആണ്. ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ഡ്രൈവർ സൈഡ് എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ക്രൂസ് കൺട്രോള്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്ന ഒരു വാഹനം. ഒരു സൺറൂഫിന്റെ അലോയ്സിന് കുറവുണ്ട്. ചെക്കന്മാരെ അലോയ്സ് പുറത്തേക്ക് തള്ളിക്കുന്ന ചെറുതായിട്ടുള്ള ഭംഗിയില്ല. MBD പിടിക്കാത്തൊരു അലോയ്സ് ഉണ്ടല്ലോ, ഇടാനും പറ്റും. നല്ല രസമുള്ള വണ്ടി കരുത്. നമ്മള് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ നമുക്ക് നിന്ന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 6,30,000 റുപ്യ. അത് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാൻ പറ്റൂല. അടുത്ത് നമുക്ക് ഒരു എലൈറ്റ് i20 അലോയൊക്കെ നോക്കി നിങ്ങൾ നല്ല കിഡ്ലൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ്, നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയൊക്കെ ചെയ്തിട്ടുള്ള
ഒരു ഇതിന്റെ ഓപ്ഷൻ ഏതായിരുന്നു? ഇത് മാഗ്നയാണോ? മാഗ്ന മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം ഉള്ളതുണ്ട്. അലവിലും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും സ്റ്റിയറിംഗ് വോളിയം കൺട്രോളും കോൾ ബട്ടണും ഒക്കെ ഉണ്ട് ഉണ്ടാവട്ടെ. ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോള്. നമ്മൾ ഡീസൽ മേലെ പതുക്കെ ബാക്കിക്ക് നിൽക്കാൻ തുടങ്ങിയ പണി കിട്ടിയിട്ട്. അത്യാവശ്യം പെട്രോൾ ആകുമ്പോൾ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങൾ. അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ, ആൻഡ്രസ്റ്റ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ വരുന്ന ഒരു വാഹനമാണ്. കിലോമീറ്റർ എത്രയായിരുന്നു ഇത്? കിലോമീറ്റർ ഓടിക്കുന്നത് 1.5 ലെവലിൽ തന്നെയാണ് ഓടിക്കുന്നത്. എത്ര ചോദിക്കും നമ്മൾ? പോളിഷിംഗ് ചെറിയ ടച്ചപ്പും ബാക്കിയുണ്ട്. ബാക്കിയുള്ള നമുക്ക് എല്ലാം ഇന്നലെ കയറിയ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 4,65,000 നമ്മൾ ചോദിക്കണ്ടേ. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത് നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ടയോട്ടയുടെ എത്തിയോസ് ലിവ. സിൽവർ ഫിനിഷിംഗ് ആണ്. നിലവിൽ KL 55 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത് സ്റ്റേറ്റ് അല്ല വണ്ടി വണ്ടിയാണ്. നിലവിൽ പ്ലാറ്റിനം ടൈപ്പ് കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡൽ ന്യൂ മോഡൽ ആക്കിയ വണ്ടി കേട്ടോ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1.30 1.40 മീറ്ററിലുള്ള നമുക്ക് പറയാൻ പറ്റുള്ളൂ. എഞ്ചിന് മെക്കാനിക്കലി ഫിറ്റ് അല്ല? ഫിറ്റ് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ? എത്ര രൂപ ചോദിക്കും? ഇത് 3,65,000. ഇത് 3.5 വരെ നമുക്ക് 3.65. ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം. ഫുൾ ലോണും നമുക്ക് മാക്സിമം ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്തിയോസ് ലിവ ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. മെയിൻ്റെനൻസിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അത്യാവശ്യം നല്ല ഫാമിലിക്ക് പറ്റുന്ന ടെൻഷൻ ഫ്രീ ആയിട്ടൊരു വാഹനമല്ല. അതും ഫുൾ ലോണിൽ ഇറക്കാം. ദെൻ വീണ്ടും നമുക്കൊരു ജനപ്രിയ മോഡലാണ് നമ്മുടെ സ്വന്തം സ്വിഫ്റ്റ് അല്ലേ? ഒറിജിനൽ കേരള അല്ല വണ്ടി വരുന്നത്? ഒറിജിനൽ കേരള ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. നല്ല വണ്ടിയാണ്. സൂപ്പർ ഉണ്ട്. എന്തോ ഒരു സുഖമായി വണ്ടി ഓടിക്കാൻ ഇറങ്ങി. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 വണ്ടിയാണ്. 2018 ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളും വരുന്നത് ZXi ആട്ടോ. ZXi പെട്രോൾ ഏറ്റവും ഫുൾ ലോഡ് ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇത് 1.5 ഉള്ളിൽ തന്നെ ഓടിയിട്ടുള്ളത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡോ സിംഗിളോ ആണെന്ന് നോക്കണം. ഓക്കെ. എത്ര ചോദിക്കും നമ്മൾ? 5,65,000 ഫുൾ ലോൺ ചെയ്യിപ്പിക്കാം. ഓട്ടോമാറ്റിക്കലി ZXi ഫുൾ ലോൺ ചെയ്യിപ്പിക്കാം. ഓട്ടോമാറ്റിക് വേരിയന്റ് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. വീണ്ടും നമുക്കൊരു എത്തിയോസ് ലിവന്നെയാണ്. അത് വൈറ്റ് ഫിനിഷിംഗിൽ പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ വരുന്ന വാഹനം. നിലവിൽ കേൾട്ടൺ രജിസ്ട്രേഷനിലെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2016 മോഡൽ അല്ലേ? റീ വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, 2 സൈഡ് എയർ ബാഗ്, GDSP ആണ് വരുന്നത്. GD ആണ്. മറ്റേ 2 എയർ ബാഗ് വരുന്നതാണ്. GDSP ആണ്. സോ നമുക്ക് എയർ ബാഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു പിന്നെ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് 4,65,000 നമുക്ക് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 4 ലക്ഷം വരെ 65,000 വണ്ടി നമുക്ക് ഇറക്കാം. സുഖമായിട്ട് നമുക്ക് ഇറക്കാം. GDSP ആണ്. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനം. തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സ്വിഫ്റ്റുകളെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു വൈറ്റ് ഫിനിഷിംഗിലുള്ള അടിപൊളി വാഹനം, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ അല്ലേ? ഏകദേശം 18-20 തന്നെ മൈലേജ് കിട്ടും. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. 2012 സിംഗിൾ ഓൺഷിപ്പ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ? ഇത് കിലോമീറ്റർ ഓടിക്കുന്ന മീറ്ററിലുള്ളത് 1.30 ലെവലാണ്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല? ഫിറ്റാ. അതായത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഇത് സിംഗിൾ ഓൺഷിപ്പിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ല. നമുക്ക് എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 3,35,000 നമുക്ക് കൊടുക്കാം. ഏകദേശം ലോണൊക്കെ എത്ര വരെ? 2-2.5 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് എഗെയിൻ ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. എങ്ങനെയായിരുന്നു ഇതിന് അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്? നല്ല സംഖ്യന്റെ അലൈവിലായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു സ്റ്റെപ്പിന് ഇതേ അലൈവിലുണ്ട് കേട്ടോ. ഓക്കെ. 5 ഈ വണ്ടി നമുക്ക് ഏൽക്കാൻ പറ്റുന്ന ഗ്യാരണ്ടി എന്താ വെച്ചാല് ഇതിന്റെ കിലോമീറ്റർ ഗ്യാരണ്ടി, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി, എല്ലാ തരം ഗ്യാരണ്ടി ഏൽക്കാൻ പറ്റുന്ന വണ്ടി. എന്താ വെച്ചാൽ ഇത് കറക്റ്റ് സർവീസ് പോയ വണ്ടിയാണ്. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി പർച്ചേസ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2012 മോഡലിനാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓരോ ഫാമിലി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ള പ്രശ്നം മാത്രമേ രണ്ടാമത്തെ ഓണറായത്. ഓക്കെ. ഇതിന്റെ അലൈവില് സെയിം അലൈവില് സ്റ്റെപ്പിനായിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് 5 വീലും നമുക്ക് അലോയ്സ് അടക്കം വരുന്ന വണ്ടിയാണ്. അപ്പൊ അത്രയും നമുക്ക് പക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 3,65,000. ഇത് നമ്മൾ വിൽക്കേണ്ട വിലക്ക് വാങ്ങിയെടുത്ത വണ്ടിയാണ്. ഓക്കെ. എന്താ വെച്ചാൽ നമുക്ക് ഈ വണ്ടിന്റെ ക്വാളിറ്റി കണ്ടിട്ട് എടുത്താണ്. ഇതിന്റെ ഇതൊരാൾ ഏത് വർക്ക്ഷോപ്പേരം വന്നു കഴിഞ്ഞാലും ഈ വണ്ടി പേര് മൈനസും പറയാൻ കിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഓടിച്ചു നോക്കിയിട്ട് വർക്ക്ഷോപ്പിൽ എവിടെ എന്തിനും നമുക്ക് കമ്പനിക്ക് വരെ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. 3,65,000. അതിലൊരു 10,000 അലവിൽ എക്സ്ട്രാ ഉണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതിന്മേൽ 2-2.5 നമുക്ക് എന്തായാലും ഗ്യാരണ്ടി ലോൺ ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് ഇവിടുന്ന് ഒരു A സ്റ്റാർ അല്ലേ?
സിൽവർ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ZXi ആട്ടോ. ഓ, ഇതിന്റെ ഏറ്റവും ടോപ്പിലോട് ഏറ്റവും ടോപ്പ് ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല. ഇതിപ്പോ 2010 പുതിയ പേപ്പർ എടുത്തുകൊണ്ട് ഈ വണ്ടിയില്. ഓക്കെ, 5 വർഷത്തെ പേപ്പർ ഉണ്ട്, 30 വരെ പേപ്പർ കാര്യങ്ങൾ എല്ലാം നമുക്ക് പക്കയാണ്. ഇന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയിലെ ZXi ആണ്. എത്ര ചോദിക്കുന്നത് നമ്മൾ? ഇത് നമുക്ക് 1,35,000 കൊടുക്കണം. അതായത് പേപ്പർ വണ്ടിയായിട്ട് നമ്മൾ ഏറ്റവും ടോപ്പ് ലോഡ് അല്ല, LXi അല്ല, ZXi. ഓക്കെ, നമുക്ക് 1.30 അല്ലേ? 1.35. 1.35 അല്ലേ? ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ അടുത്തുള്ള ലോണൊക്കെ ചെയ്തു ചെറിയ ലോൺ ചെയ്ത് കൊടുക്കാം. then ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് 2 വാഗ്നർ വരുന്നുണ്ട്. 2 ഏകദേശം ഒരേ കളറാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ വാഗ്നറാണ്. ഇത് VXi ആണ് ഓപ്ഷൻ വരുന്നത്. പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന അന്നത്തെ ഫുൾ ലോഡ് വണ്ടി. വണ്ടി റിയറിലെ AC നമുക്ക് റിയറിൽ വൈപ്പർ കാര്യങ്ങൾ, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 1 lakhന്റെ ഉള്ളിലാണ് നമുക്ക്. ഇത് പെട്രോൾ വേരിയന്റ് ആണ്. ഒരു 16 മൈലേജ് പ്രതീക്ഷിക്കാം. 16 വരെ. എത്ര ചോദിക്കുന്നതിന്? ഇത് നമ്മൾ 2.65 ചോദിച്ചാൽ ഇനി കസ്റ്റമർ വന്നിരിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കും. 50 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? ഇല്ല, ഒരു 10-75 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് വണ്ടി ഇറക്കാം. 12 വണ്ടിയില്ല, 60 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. സെയിം കളറിൽ സെയിം ഓപ്ഷനിൽ വീണ്ടും ഒരു വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് സെക്കൻഡ് ഓണർ ആയിരിക്കണം. ഇത് നമുക്ക് 2,30,000 റുപ്യക്ക് 11-12 റേസറുള്ള വണ്ടി കൊടുക്കാൻ കഴിയും. ഓക്കെ, അതും VXi ആണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. സെയിം ഓപ്ഷനൊക്കെ തന്നെയാണ് വരുന്നത്. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 2,30,000 റുപ്യ. കസ്റ്റമർ വന്നിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും, മാക്സിമം ചെയ്ത് കൊടുക്കും. ഓക്കെ, ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് ഒരു 10-70 റുപ്യ വണ്ടി ഇറക്കാൻ കഴിയും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് 2 ഹോണ്ടയുടെ BRV ബ്രിയോ 2 ബ്രിയോ വരുന്നുണ്ട്. രണ്ടും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. രണ്ടും ഫുൾ ഓപ്ഷൻ ആണ്. ഓരോ ഓപ്ഷനാണ്, ഒരേ കളറാണ്, ഡോൾട്ടൂണ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അല്ല, ലേഡീസിനൊക്കെ നമുക്ക് ക്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. മെയിൻ്റെനൻസ് വളരെ കുറവാണെന്ന് തന്നെ പറയാം. നല്ല യാത്ര കംഫർട്ട് റിയറിൽ വരെ കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡൽ വണ്ടിയാണ്. ഇതും 14 മോഡലാണ്. രണ്ടും ഒരേ സെയിം വണ്ടിയാണ്. രണ്ടും 14 മോഡൽ. ഒന്ന് നമുക്ക് KL7 ആണ്, ഒന്ന് KL42 രജിസ്ട്രേഷൻ ആണ്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഒക്കെ ഒന്നിന്റെ ഉള്ളിൽ തന്നെ ഓടിയിട്ടുള്ളൂ. 83 അങ്ങനെ എന്തോ ലെവലാണ് രണ്ട് വണ്ടി. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ നോക്കാം. നല്ല കിടുവാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ് അല്ലേ? എത്രയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഈ രണ്ട് വണ്ടിയും 2,80,000 റുപ്യക്ക് 85 ചോദിച്ചില്ല, 80 റുപ്യ രണ്ട് വണ്ടി ഒരേ റേറ്റ്. ഇതിന് നമുക്ക് 280. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 2 ലക്ഷം വരെ ലോൺ വരും. 10-70 റുപ്യ 80 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചിലപ്പോൾ അതിന്റെ മോൾക്ക് ലോൺ കയറും കേട്ടോ. നമ്മൾ ചിലപ്പോൾ 2.5 വരെ കയറും. ചിലപ്പോൾ 30 റുപ്യ കസ്റ്റമർ സിവിൽ സ്കോർ അനുസരിച്ചിരിക്കും. എന്നാൽ നമുക്ക് ടയോട്ടയുടെ എത്തിയോസ് സെഡാനാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. V ഓപ്ഷൻ വണ്ടി കേട്ടോ. എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന 11 മോഡലിലെ വണ്ടി. ഓക്കെ, ഇത് നമുക്ക് 290 കൊടുക്കാം. 290 2,90,000 കൊടുക്കും. ഇന്റീരിയർ നോക്കി ഞങ്ങള് നല്ല സ്പേഷ്യസ് ആണ്, നല്ല മെക്കാനിക്കൽ വണ്ടി, പെട്രോൾ വേരിയന്റ് ആട്ടത്. ഓക്കെ, അപ്പോൾ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. നല്ല അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാം. അങ്ങനെ പെട്രോൾ അടിച്ച് മൈലേജ് കിട്ടില്ല, ഒരു 3-4 കിലോമീറ്റർ കുറയുന്നുള്ളൂ. പക്ഷെ പണി കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, എത്ര ചോദിക്കുന്നതിന്? ഇത് 290 നമുക്ക് 290. ലോണ് സൗകര്യം ഉണ്ടാവും? ലോൺ നമുക്ക് ഇതിമൊരു 1.5 പേരൊക്കെ 2 റുപ്യന്റെ ഉള്ളിൽ വരെ ചെയ്യിക്കാം. ഇത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഇന്നോവ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അഡീഷണൽ ആയിട്ട് അലോയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല നീറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. അങ്ങനെ ഇതിന്റെ മോഡൽ കാര്യം? ഇത് 2005 പുതിയ പേപ്പറുള്ള വണ്ടി, 2000 മെക്കാനിക്കുള്ള വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, ഈ വണ്ടി നമുക്ക് ഒരു 2,60,000 റുപ്യക്ക് ഒരു കോളീസിന്റെ വിലക്ക് ചെറിയ പൈസന്റെ വണ്ടി കൊടുക്കാൻ കഴിയും. ഓക്കെ, ഒരു കോളീസിന്റെ പ്രൈസിന് ഒരു ഇന്നോവ, അത് നമുക്ക് 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ള എല്ലാം പേപ്പർ ഫിറ്റുള്ള. അതാണ്. ഇവിടെ നമുക്ക് 2 സണ്ണികൾ വരുന്നുണ്ട്. ഇത് ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ ഏകദേശം 10-22 മൈലേജ് കിട്ടുന്ന വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2012 മോഡല്. 2012 മോഡൽ സണ്ണിയാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2,30,000 രൂപക്ക് കൊടുക്കാൻ കഴിയും. 230 അല്ലേ? 230. കേൾട്ടൺ രജിസ്ട്രേഷൻ ആണ് ഇപ്പൊ നില അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം അങ്ങനത്തൊന്നുമില്ല, ഗ്യാരണ്ടി ആയിട്ടുള്ളൂ. വീണ്ടും നമുക്കൊരു സണ്ണി തന്നെയാണ്. ഇത് ഡീസൽ അതോ പെട്രോൾ? ഇതും ഡീസൽ, സെയിം ഓപ്ഷൻ. ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. XV ആണ്. ഓക്കെ, നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? കേരള വണ്ടി കേട്ടോ. ഈ വണ്ടി നമുക്കൊരു 2,60,000 റുപ്യക്ക് ഫൈനൽ കൊടുക്കാൻ കഴിയും. 265 ഫൈനൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതിന് നമുക്കൊരു 1 lakh 1.5 പേരൊക്കെ നമുക്ക് ശ്രമിച്ചു ലോൺ ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമുക്കൊരു എത്തിയോസ് ആണ്, പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. നമുക്ക് സെഡാനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2013 വണ്ടി എത്തിയോസ് ആണ്. ഓക്കെ, ഈ വണ്ടി നമുക്കൊരു 3,30,000 റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കാനായിട്ട്. 330 അല്ലേ? ഓക്കെ,
നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, നമ്പർ ആയ വണ്ടി തന്നെയാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, 330 330 ലെതർ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ ലോൺ ടീം നമുക്ക് 2-2.5 വരെയൊക്കെ ചെയ്യിപ്പിക്കാം. ഒരു 10-60 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു 4 റിഡ്സ് വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഡീസൽ വണ്ടിയാണ്. അത് 2011-12 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് 2,35,000 റുപ്യ കൊടുക്കാൻ കഴിയും. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റൊക്കെയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. നല്ല മെക്കാനിക്കൽ വണ്ടിയാണ്, സൂപ്പർ വീഡിയോ ആണ്. നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഫസ്റ്റ് ജെൻ ആണ് വരുന്നത്. എത്ര ചോദിക്കുന്നത്? 2,35,000 റുപ്യ. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാൻ പറ്റും. ലോൺ നമുക്ക് ഇതിന് 1-1.5 റുപ്യന്റെ അടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്യാം അല്ലേ. ഇനി അടുത്ത് ന്യൂ ഫേസിലൊക്കെ വരുന്ന ഒരു സിൽവർ ഫിനിഷിംഗ് വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ റിഡ്സ് ആണ്. 2012 മോഡൽ. ഓക്കെ, എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1-ന്റെ ലെവലില് 1-1.15 ആ ലെവലിൽ ഓടിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് 2.65 ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് 2 ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, വീണ്ടും സിൽവർ ഫിനിഷിംഗ് തന്നെയാണ്. സെയിം ഓപ്ഷൻ ആണ്, സെയിം മോഡലും. ഓക്കെ, എത്ര ചോദിക്കുന്നത്? മറ്റേ ന്യൂ മോഡലാണ്, ഇത് ഓൾഡ് മോഡലിൽ പെട്ടുള്ളൂ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 2.12. ഇത് 2,65,000 ചോദിക്കുന്നത്. 2.5 ആ ലെവലൊക്കെ കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരികയാണെങ്കിൽ നമുക്ക് ചെയ്തും കൊടുക്കാം. ഓക്കെ, വീണ്ടും ഒരു റിഡ്സ് ന്യൂ ഫേസ് ആണ് വരുന്നത്. 2014 മോഡൽ റിഡ്സ് ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഓക്കെ, ഒട്ടുമുട്ടുള്ള മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡീസൽ വണ്ടി ഫുൾ ലോണും ചെയ്യിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന 2,95,000 റുപ്യ നമ്മൾ ചോദിക്കുന്നത്. അത് ഫുൾ ലോൺ ഫുൾ ലോണും ചെയ്യിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല കിട്ടുന്ന വണ്ടിയാണ്, വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം. ഇത് നമുക്ക് വീണ്ടും ഒരു എർട്ടിക. നമ്മൾ എർട്ടിക വന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. അത് ടാക്സി ആണെങ്കിൽ ഇത് പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡലാണ്. 13 മോഡൽ. 13 മോഡൽ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1.14 ഓടിയും. ഓക്കെ, മേജർ ആക്സിഡന്റ് ക്ലെയിം ആക്സിഡന്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, മേജറായ പ്രശ്നങ്ങളൊന്നും മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത് നമ്മൾ? ഇത് നമുക്കൊരു 4,35,000 റുപ്യ കിട്ടിയാൽ കൊടുക്കാം. 4,35 ആണ്. ഡീസൽ വണ്ടിയാണ്. പക്ഷേ ലോങ്ങിൽ 18-20 മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ കേട്ടോ. വീഡിയോ അല്ല കേട്ടോ, ഓപ്ഷൻ. ഓക്കെ, ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇതൊരു 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. 1 ലാക്ക് ചിലപ്പോൾ 3.5 വരെ ലോൺ ചെയ്യാനും പറ്റുന്നുണ്ട്. വീണ്ടും നമുക്കൊരു ഇന്നോവയാണ്. ഇത് വി ഓപ്ഷൻ ആണ് വരുന്നത്. KL 53 നമുക്ക് പെരിന്തൽമണ്ണ രജിസ്ട്രേഷന്, സിൽക്കി ഗോൾഡ്, നല്ല അടിപൊളി കളറിൽ എടുക്കുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2015 മോഡലാണ്. റീ രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. ഓക്കെ, 9,000 രൂപ ചോദിക്കേണ്ടത്. 2015 മോഡൽ വീക്ക്. ഓക്കെ, ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് 9,000 റുപ്യക്ക് കൊടുക്കാം. 9,000 അല്ലേ? 9.5 ലക്ഷം രൂപ. ഏകദേശം ഒരു 1 ലാക്ക് ഒക്കെ 1 ലാക്ക് ഉണ്ട്. വീണ്ടും നമുക്കൊരു i20ന്റെ കളർ ചേഞ്ച് ആണ്. നേരത്തെ വൈറ്റ് ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് റെഡ് ഫിനിഷിംഗ് ആണ്. അങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ. ഇത് 2014 മോഡലാണ്. ഇത് നമുക്ക് 4.5 ചോദിക്കുന്നുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാൻ പറ്റും. ഡീസൽ പെട്രോളോ? പെട്രോൾ ഡീസൽ നമ്മൾ i20 പതുക്കെ ഒഴിവാക്കിക്കണം. ഓക്കെ, ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് ചെറിയ പണി കിട്ടിയോണ്ട്. ഓക്കെ, എത്ര ഇതിന് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ലോൺ ഇതിന് നമുക്കൊരു 3-3.5 വരെ ലോൺ ചെയ്യാം. അടുത്ത നിസാന്റെ ഒരു മാഗ്നറ്റ് ആണ്. അത് നമുക്ക് ടർബോ വേഷൻ ആണ് വരുന്നത്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ വാഹനം പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2023 മോഡലാണ്. ഇത് 6.95 നമ്മൾ കൊടുക്കാം. ഒരു 35,000 കിലോമീറ്റർ അല്ലേ? 35. അപ്പൊ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ അത്യാവശ്യം നല്ല ടർബോ എഞ്ചിനാണ്. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഫുൾ ബ്ലാക്കിൽ നല്ലൊരു പെട വാഹനം. എത്ര ചോദിക്കുന്നതാണ്? ഇത് 6,95,000 റുപ്യ. എത്ര രൂപയുടെ വണ്ടി ഇറക്കാം? ഇത് 6 റുപ്യൻ്റെ അടുത്ത് 1 ലാക്കിന്റെ ഉള്ളിലൊക്കെ വണ്ടി ഇറക്കാം. ദെൻ വീണ്ടും നമുക്കൊരു മൈക്രയാണ്. ഇത് ഡീസൽ അതോ പെട്രോളോ? ഡീസൽ 2013 മോഡൽ കേട്ടോ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 2,60,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ഡീസൽ വണ്ടി, നല്ല മെക്കാനിക്കൽ വണ്ടി, നല്ല മൈലേജ് കിട്ടുന്ന, നല്ല മൈലേജും കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ടയോട്ടന്റെ യാരിസ്. ഇത് നമുക്ക് പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. യാരിസ് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2018-19 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ വില ചോദിക്കണത് 6.80 നമ്മൾ ചോദിക്കേണ്ട. 650 നമുക്ക് ചെറിയ റീപ്ലേസ് ഉണ്ട്, നമ്മൾ പറഞ്ഞേ കൊടുക്കുള്ളൂ കസ്റ്റമർക്ക്. ഇത് 14 ലക്ഷം 15 ലക്ഷം ഷോറൂമിൽ വില വന്നതിന്റെ വണ്ടിയാണ്. 6.80 ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. റീപ്ലേസ് ഉണ്ട്, നമ്മൾ പറഞ്ഞ കസ്റ്റമർക്ക് ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാം കൊടുത്തിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, ഇത് നമുക്കൊരു ഓട്ടോമാറ്റിക്കൽ തന്നെ വരുന്ന ഒരു കിഡ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2017 മോഡല്
ഓട്ടോമാറ്റിക് വണ്ടിട്ടോ RXT ആണ്. ഓക്കെ, എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 3.30 ചോദിക്കുന്നുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം പറ്റിയിട്ട് നമുക്ക് കൊടുക്കും ചെയ്യാം. ഓക്കെ, ഇത് 2.5 പേരെ നമുക്ക് ലോണും ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാൻ കഴിയും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ റിയൽ ചോയ്സിലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമുക്ക് മലപ്പുറം കാവങ്ങൽ ബൈപ്പാസിലാണ്. മലപ്പുറം ടൗണിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിച്ചത് 2 പാർട്ടായിട്ടാണ് കാണിച്ചത്. നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. റിയാസ് അർഷാദ് സൈനിങ് ഓഫ്.